the word of God. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് For our meditation of the word, നമുക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിലേക്ക് നമുക്ക് ഇന്ന് രാത്രിയിൽ കടന്നുചെല്ലാം. Let us read Luke 12 and verse 32. മാറ്റമില്ലാത്ത ദൈവിക തിരുവചനങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും ദൈവത്തെ സ്തോത്രം ചെയ്യാം. Let us thank God for the unchanging word. ഇന്ന് ആവശ്യമായിരിക്കുന്ന സ്വർഗീയ മന്നായെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. I pray that God will give us His manna today. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തു വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നുചെല്ലാം. Let us come to Luke 12 and verse 32. അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയും, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നൽകുവാൻ നിങ്ങൾക്ക് പ്രസാദിച്ചിരിക്കുന്നു. Here the Lord is telling His disciples, do not fear, little flock, for it is your Father's good pleasure to give you the kingdom. അപ്പോൾ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്ന ഒരു നല്ല ഇടയനായ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു, Jesus is a God who takes care of His flock. നമ്മൾ ഭയപ്പെടരുത് എന്ന് ഭയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല, നമ്മൾ ഭയപ്പെടരുത് എന്ന് പറയുന്ന ദൈവം. Our shepherd does not want us to be afraid. അപ്പോൾ നമുക്ക് നമ്മുടെ മനം കലങ്ങി പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവ്. Jesus does not want our hearts to be troubled. നമ്മൾ എവിടെയാണെങ്കിലും കർത്താവ് ഇന്ന് രാത്രിയിലും നിങ്ങൾ ഏത് സമയത്താണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. Whichever place you are in, whichever time zone you are in, God's presence is there with you. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. So therefore do not fear. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. Jesus is telling, do not fear, little flock. ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുന്നത് വലിയ കൂട്ടമല്ല, ചെറിയ കൂട്ടമാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. Jesus says that those who enter into the kingdom of God is not a big crowd but a little flock. 7 ബില്യൺ ജനമുണ്ടെങ്കിലും അതിനകത്ത് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവർ വളരെ ചുരുക്കമാണ്. Even though there is a great multitude, those who really see the Lord are only a few. ഇന്നും കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, ജീവിക്കുന്ന ദൈവത്തെ അറിയുവാൻ ദൈവം നമ്മളെ ഇടയാക്കിയതിനെ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. When we come to know such a wonderful God, we can just only thank and praise Him. യേശു പറയുന്നു, എൻ്റെ പിതാവ് നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. Here the Lord is saying, it is your Father's good pleasure to give you the kingdom. ദൈവത്തിന് നമ്മളിൽ പ്രസാദം തോന്നുകയാണ്. God's good pleasure is there towards us. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ദൈവത്തിന് പ്രസാദം തോന്നിയാൽ, if the pleasure of God is there with us, നമ്മുടെ ജീവിതം ആകത്തുക മാറുവാൻ തക്കവണ്ണം ഇടയാക്കും. then our life will be totally changed. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുവാൻ ഇടയാകും. If we really seek to please God, God's work will be revealed in our lives. ദൈവം നല്ലവനും ദുഷ്ടനും ഒരുപോലെ മഴ പെയ്യിക്കുന്ന ദൈവമാണ്. Our God is a God who sends rain on both the good and the evil. ദൈവം നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. Our God only does righteously. യേശു പറയുന്നു, എൻ്റെ പിതാവിന് രാജ്യം നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. Here the Lord is saying, it is my Father's good pleasure to give you the kingdom. അപ്പോൾ ദൈവത്തിന് ഒരു രാജ്യം തന്നെ നൽകുവാൻ ദൈവത്തിന് ആഗ്രഹിക്കുന്ന ഒരു നല്ല പിതാവ്. So our God is a good Father who really wants to give us His kingdom. പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നത് പോലെയല്ല. But to please God is not like the way we please people. കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള പരിജ്ഞാനം അത് വളരെ അത്ഭുതമാകുന്നു എന്ന് സങ്കീർത്തനം 139 സങ്കീർത്തനം പറയുന്നു. Because Psalm 139 says that His knowledge of us is too deep. ആമേൻ. ദാവീദ് തന്നെ പറയുന്നു, എനിക്ക് ഗ്രഹിച്ചുകൂടാത്ത വണ്ണം അത്ര ഉന്നതമായിരിക്കുന്നു ദൈവത്തിന് എന്നെ പറ്റിയുള്ള അറിവ്. He says it is too wonderful that I cannot attain it. അപ്പോൾ ദൈവത്തിൽ നമുക്ക് ഓടി ഒളിക്കുവാൻ സാധിക്കത്തില്ല. നമ്മളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് അറിയുന്നു. We cannot run away from God. He knows everything about us. അതുകൊണ്ട് തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ദൈവം നമ്മളെ സഹായിച്ച് നമ്മളെ ബലപ്പെടുത്തി നമ്മളെ പരിശുദ്ധാത്മാവ് നൽകിയെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. So we cannot please God in our flesh. Only with the help of the Holy Spirit can we truly please God. അത് നന്നായിട്ട് അറിയുന്ന ഒരു നല്ല കർത്താവിനാണ് ഇന്ന് ആരാധിക്കുന്നത്. And we worship a wonderful God who knows that very well. അപ്പോൾ അവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കാണുന്ന
ഒരു കാര്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ മുൻപുള്ള വാക്യങ്ങളിലൊക്കെയും അവിടെ അനേക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തല വിഷയങ്ങളെ ഓർത്ത് ഭയപ്പെടുക അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് ആകുലപ്പെടുന്നവരോട് പരിശുദ്ധാത്മാവാം ദൈവം യേശുക്രിസ്തു സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. Just before this verse we read a portion where Jesus is talking to a group of people who are worried and anxious. യേശുക്രിസ്തു പറഞ്ഞു ചെറിയന് പോലും അവിടെ പറയുന്ന നമുക്കറിയാവുന്ന നമ്മളെപ്പോഴും പറയുന്ന ചില തിരുവചനങ്ങളാണ് അതിന് മുമ്പായിട്ടുള്ള ജീവനായിക്കൊണ്ട് എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് കർത്താവ് യേശുക്രിസ്തു വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ പിതാവിന് നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. Just before Jesus says, do not worry about your life, what you will eat or what you will drink. After that he is saying, do not fear little flock, for it is your Father's good pleasure to give you the kingdom. അവിടെ കർത്താവ് പറയുന്നു, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. മുൻപേ അവൻ്റെ നീതിയും രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇവയൊക്കെയും നിങ്ങൾക്ക് കിട്ടും. Here Jesus is saying, all these things the nations of the world seek after, and your Heavenly Father knows that you need these things, but seek the kingdom of God and all these things shall be added to you. അപ്പോൾ കർത്താവ് പറയുന്നു ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്ത് ദൈവം തരികയാണ്. So here Jesus is saying Jesus wants to add certain things into our life. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ഇതെല്ലാം അതോടുകൂടെ ചേർക്കപ്പെടുന്നു എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു. So here Jesus is saying, if you first seek the kingdom of God, all these things shall be added to you. അപ്പോൾ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുമ്പോൾ ഇതൊക്കെ ഒരു അഡീഷൻ ആയിട്ട് വരുന്നു. So when we really truly desire the kingdom of God, all these comes as an addition. ഇതൊക്കെ പറയുമ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും പലരും നിരാശയിലേക്ക് കടന്നു പോകുന്ന ഒരു തലത്തിലാണ് പലപ്പോഴും നമ്മളായിത്തീരുന്നത്. പലതും നമ്മൾ വിചാരിക്കുന്നു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അന്വേഷിക്കുന്നു, ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ പലതും എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്ന് ചിന്തിച്ച് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യവും എൻ്റെ നീതി അന്വേഷിക്കുക. We might be thinking, I'm seeking God, I'm doing the work of God, but nothing is happening in my life. Jesus wants to tell you, if you first truly seek the kingdom of God, all these things shall be added to you. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ നീതിയും രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ സകലതും ചേർക്കപ്പെടുന്ന അഡീഷൻ ചിലതൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്യുകയാണ്. So if we truly seek the kingdom of God first, all these things shall be added to us. ദൈവത്തിന്റെ രാജ്യവും ദൈവരാജ്യം എന്ന വിഷയത്തെ പറ്റി പല ഭാഗങ്ങളിലായിട്ട് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. We read about the kingdom of God in many parts of the Bible. പക്ഷേ വിശുദ്ധ ഈ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ ഏകദേശം 68 ഭാഗങ്ങൾ ദൈവരാജ്യത്തെ പറ്റി ആണ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. In Luke itself, or in almost 68 places, it is mentioned the kingdom of God. മറ്റ് ഭാഗങ്ങൾ 32 പ്രാവശ്യം പറഞ്ഞായിട്ട് പറയപ്പെടുന്നു. In other books, it is mentioned about 32 times. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ദൈവരാജ്യത്തെ പറ്റി പലരും ചിന്തിക്കാറുള്ള ദൈവരാജ്യത്തെ തേടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാലും ദൈവത്തിൻ്റെതായ ചില അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെതായ വാഗ്ദത്തങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഈ ദിവസങ്ങൾ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ മേൽ അതിനെ ആഡ് ചെയ്യാൻ പദ്ധതിയുണ്ട്. So if we think that we are truly seeking the kingdom of God, God wants to add certain blessings into your life. ദൈവത്തിന്റെ രാജ്യം എന്നതിനെ പറ്റി പലരും ചിന്തിച്ച് കർത്താവായ യേശുക്രിസ്തു വരുന്ന ദാവീദിനെ പോലെ രാജാവായി കർത്താവായ യേശുക്രിസ്തു കടന്നു വരും, അങ്ങനെയൊക്കെയാണ് ശിഷ്യന്മാർ ചിന്തിച്ചിരുന്നത്. ദാവീദിനെ പോലെ ദാവീദിന്റെ വംശപരമ്പരയിൽ പിറന്ന യേശുക്രിസ്തു അവിടെ ഒരു രാജ്യം സ്ഥാപിക്കും, അതിനകത്ത് ഒരുപക്ഷെ മന്ത്രിയായിട്ട് ഞാൻ ഫൈനാൻസ് മിനിസ്റ്ററായി തീരുമെന്നൊക്കെ യൂദാസ് ചിന്തിച്ച എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I believe that the disciples thought that when the Messiah came, he would come like a king like David, and they would each have a good position in his kingdom. One of them would be a finance minister. Judah must have thought like that. പക്ഷെ അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് അവരുടെ പ്രത്യാശയെ എല്ലാം അസ്തമിപ്പിക്കുമാർ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ഈ ലോകത്തിൽ ഒരു രാജ്യം സ്ഥാപിക്കുവാനല്ല, ഞാൻ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ രാജ്യം, പിതാവിന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. But Jesus said that he did not come to establish an earthly kingdom, but he came to establish the kingdom of God on the earth. അത് അവസാനം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യൂദാസിന് മനസ്സിലായി എൻ്റെ പദ്ധതി നടക്കത്തില്ല, അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി ജീവിതത്തെ 30 വെള്ളിക്കാശിന് വിറ്റിട്ട് ഞാൻ പോവുകയാണ്. So when Judas thought that his plans, his expectations had
fallen, he thought of killing himself for 30 silver coins. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് പ്രതീക്ഷിച്ചു ചിലതൊക്കെ നന്മ മാത്രം അല്ലെങ്കിൽ ഭൗതിക മണ്ഡലങ്ങൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന പലരും നിരാശരായി മടങ്ങിപ്പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. I've seen many people who come just for material blessings, but they go away disheartened. പലരും ആദ്യഘട്ടങ്ങളിൽ കർത്താവ് യേശുക്രിസ്തുവിനെ അറിയും, കർത്താവ് അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കും, അവരുടെ സാമ്പത്തിക കടബാധ്യതകളെ വിടുവിക്കും, പലതും നടക്കും. പക്ഷേ എല്ലാ ദിവസവും ഇത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആമേൻ എല്ലാ വിടുതലുകൾ നടന്നു കഴിയുമ്പോൾ പിന്നീട് എപ്പോഴും അവരെ ദൈവസന്നിധി God, he will give us healing, he will give us material blessings, our debts will be removed, but later we cannot always be expecting blessings like that. പിന്നീട് അവർ വരണമെങ്കിൽ ഒരു വിഷയം അവരുടെ ജീവിതത്തിന്റെ മേൽ കടന്നു വരണം. After that, if they really need to come to God, they have to face a problem. Only then they will draw near to God. പക്ഷേ യേശുക്രിസ്തു പറയുന്നു, എന്റെ നീതിയും എന്റെ രാജ്യവും ദൈവത്തിന്റെ രാജ്യവും അന്വേഷിക്കുന്നുവെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങൾ ചോദിക്കേണ്ട. നിങ്ങൾ ലിസ്റ്റ് വെച്ച് പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അതിനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. Jesus said, if you're truly seeking the kingdom of God and his righteousness, all the material things will come after you. അപ്പോൾ കർത്താവ് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ പലതും ഒരുപക്ഷെ ഇതൊക്കെ നടക്കുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ അത് നടക്കാതെ ജീവിതത്തിൽ നടപ്പാക്കാത്തവർ പലരും കാണുമായിരിക്കും. We might think that we might face people who might think that this is not really happening in my life. ലൂക്കോസിന്റെ സുവിശേഷം 14:14 പറഞ്ഞു, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. The book of Luke 14 says that the law and the prophets were still John the Baptist. അപ്പോൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാന്റെ കാലം കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് തീർന്നു. So the law and the prophets did not go on after the time of John the Baptist. അതിനുശേഷം വന്നതാണ് സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. After that, John the Baptist was revealed in the wilderness preaching, repent for the kingdom of God is near. അപ്പോൾ യോഹന്നാൻ സ്നാപകനാണ് പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഒരു ബ്രിഡ്ജായി പലരും കാണുന്നത്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുന്ന ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന വ്യക്തിയെ സ്നാപക യോഹന്നാൻ. So John the Baptist was stood like a bridge between the Old Testament and New Testament. അപ്പോൾ പുതിയതായിട്ട് ചിലത് ദൈവം ചെയ്തു ഈ ഭൂമിയിലേക്ക് പ്രത്യക്ഷനായപ്പോൾ വെളിപ്പെട്ടപ്പോൾ അന്ന് തുടങ്ങി ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു. So right from the time that Jesus came into this earth, from that time the kingdom of God has come. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞു, പഴയ വസ്ത്രത്തിൽ കൊടിത്തുണ്ണിക്കണ്ണം ആരും ചേർക്കുകയില്ല, തുന്നിച്ചേർക്കില്ല. തുന്നിച്ചേർത്താൽ പുതുകണ്ണം നിന്നും വലിഞ്ഞു പോയിട്ട് ചിന്തൽ ഏറ്റവും വലുതാകും. No man can sew the piece of new cloth into the old garment, else the new piece that filled it up taken away from the old, and then the rent is made worse. അപ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്കാണ് ദൈവ പൈതലിനെ ദൈവം ഈ ദിവസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. So when we come from the Old Testament to the New Testament, it is a totally different experience. ആമേൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവരാജ്യത്തിൽ യേശു വന്നപ്പോൾ വ്യത്യസ്തമായി കണ്ടത്, മുടന്തർ കുതിച്ചു ചാടുവാൻ തുടങ്ങുന്നു. ആമേൻ. കുരുടർ കാണുവാൻ തുടങ്ങുന്നു. കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു. എല്ലാവരും ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞവരെ ദൈവം കരങ്ങൾ എടുക്കുന്നു, അവരെ സൗഖ്യമാക്കുന്നു. So when we come to the New Testament, we see many blind people are getting their sight, lepers are being healed, many lame are walking, and those who are cast out of society, they are being accepted by the Lord. ആർക്കും വേണ്ടാത്തവരെ അവൻ ചേർക്കുന്ന ഒരു പുതിയ രാജ്യം. It is a kingdom which receives people who are left out. തള്ളിക്കളഞ്ഞവരെ ചേർക്കുന്ന ഒരു ദൈവം. Our God is a God who accepts, who receives those who are cast out. അവൻ മാത്രമല്ല, ഭൂതങ്ങളെ പുറത്താക്കുവാൻ തക്കവണ്ണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഭൂതങ്ങൾ വെളിപ്പെടുകയാണ്, പൈശാചിക മണ്ഡലം വെളിപ്പെടുകയാണ് പുതിയ നിയമത്തിൽ. When we come into the New Testament, we see the powers of darkness being manifested. അപ്പോൾ ഇന്ന് രാത്രിയിലും പൈശാചിക മണ്ഡലങ്ങളിലെ ജയമെടുക്കുവാൻ വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു വന്നിരിക്കുന്നത്. Jesus came to take authority over the powers of darkness. അത് മാത്രമല്ല, ഇസ്രായേലിന്റെ രാജ്യം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നത്. Jesus came in the New Testament to establish a kingdom. അതുകൊണ്ട് തന്നെ 12 ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരും ന്യായാസനത്തിൽ ഇരിക്കുന്ന ദിവസം സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രത്തെ 12 വിധിക്കുന്ന ദിവസം മുന്നിലുണ്ട്. So Jesus told his 12 disciples that each of them would sit on a throne and will judge Israel. അവൻ പഴയ നിയമത്തിൽ കാണാത്ത അടയാളങ്ങളും അത്ഭുതങ്ങളും പുതിയ നിയമത്തിൽ പുതിയ ദൈവരാജ്യത്തിൽ കാണുന്നു. We read in the New Testament many signs and wonders which we have not come across in the Old Testament. നമ്മളായിരിക്കുന്ന സമയം വളരെ ഭാഗ്യമേറിയ സമയമാണ്.
the time that we are living in now, we are a blessed people. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നത്, നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുന്നത്, ആമേൻ നിങ്ങളുടെ ചെവികളും നിങ്ങളുടെ കണ്ണുകളും എത്രയോ ഭാഗ്യമുള്ളവയാണ്. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും ഇത് കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. Jesus said, blessed are those who see it and hear it, because the prophets and the Old Testament, they waited to see it. അപ്പോൾ ഇന്ന് നമ്മളായിരിക്കുന്ന സ്ഥാനത്ത്, നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നമ്മൾ ഏറ്റവും ഭാഗ്യമേറിയവരാണ്. നമ്മൾ പുതിയ ദൈവരാജ്യത്തിലാണ് ദൈവം ആക്കി തീർത്തിരിക്കുന്നത്. അതിനായിട്ട് ദൈവം എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. We are in this kingdom, and so we are the most blessed people. യേശുക്രിസ്തു പാനപാത്രം എടുത്തിട്ട് പറഞ്ഞു, ഇത് പുതിയ എന്റെ രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴേക്കെയും ഇത് ഓർമ്മിക്കണം, ഇത് പുതിയ നിയമമാണ്. യേശുവിന്റെ രക്തത്താൽ ഒരു പുതിയ നിയമം ദൈവസഭയ്ക്ക് വേണ്ടി യേശു സ്ഥാപിച്ചിട്ടാണ് ഈ രാജ്യം, ഈ ലോകം വിട്ട് യേശു പോയത്. When Jesus took up the wine, he said, this is the blood of the new covenant. He established a new covenant before going away. അപ്പോൾ ദൈവരാജ്യം യേശുക്രിസ്തു വന്നതോടെ ലോകത്തിൽ ദൈവരാജ്യത്തിന് തുടക്കമായി. So with the coming of the Lord, the kingdom of God began. അപ്പോൾ ദൈവരാജ്യത്തിന്റെ തുടക്കം സ്വർഗ്ഗരാജ്യവും ദൈവരാജ്യവും ഒന്നാണെന്ന് പറയുന്നവരുണ്ട്. There are people who say that the kingdom of God and the kingdom of heaven is the same. അത് തമ്മിൽ വ്യത്യാസമില്ല. There is no difference. യേശുക്രിസ്തു വന്നതോടെ ഈ സ്വർഗ്ഗരാജ്യം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. With the coming of the Lord, the kingdom of heaven has come down. പരിശുദ്ധാത്മാവിനെ യേശുക്രിസ്തു തന്നിട്ട് മടങ്ങിപ്പോയി. Jesus gave us his Holy Spirit before going back. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ അവിടെ അവിടെ ഇവിടെ എന്ന് പറയുകയില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങളുടെ അകത്തുണ്ട്. That's why when the Pharisees asked when the kingdom of God is of heaven is coming, Jesus said it won't be visible here and there, but it is there among you. അതിലേക്ക് നമുക്ക് പിന്നീട് കടന്നു വരാം. We will come later into that. അപ്പോൾ ദൈവത്തിന്റെ രാജ്യം നമ്മുടെ അകത്തളങ്ങളിലേക്ക് ദൈവം പകർന്നു. So God has put his kingdom into our hearts. നമ്മുടെ അകത്ത് ദൈവം ദൈവരാജ്യത്തെ പകർന്നു. He has imparted his kingdom into us. പരിശുദ്ധാത്മാവ് വന്നതോടെ ദൈവരാജ്യം നമ്മുടെ മേലായി തീർന്നിരിക്കുന്നു. With the coming of the Holy Spirit, the kingdom of God has come upon us. അപ്പോൾ ദൈവരാജ്യത്തിൽ ആയിരിക്കുന്നവനാണ് സ്വർഗ്ഗത്തിലെ പിതാവ് രാജ്യത്തെ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. So those who are truly in the kingdom of God, the Father desires to give them the kingdom. ഇന്ന് നമ്മൾ ദൈവരാജ്യത്തിൽ ആയിട്ടില്ലെങ്കിൽ, ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിൽ ആകാത്തവരുണ്ടെങ്കിൽ ഇന്ന് ഏൽപ്പിച്ചിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നുവെങ്കിൽ ദൈവം ആ രാജ്യത്തിനകത്ത് നിങ്ങളെയും ഒരു സിറ്റിസൺ ആക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. If you are not truly a part of the kingdom, God wants you to become a citizen and a part of the kingdom of God. ഈ ദൈവരാജ്യം എന്ന കാര്യം പറഞ്ഞതുകൊണ്ട് അതെന്താണെന്ന് അല്പം ഞാൻ പറഞ്ഞു വിശദീകരിച്ചിട്ട് മുന്നോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I just want to tell you briefly what the kingdom of God is before proceeding. അപ്പോൾ രണ്ടാമത്തെ ഭാഗം ദൈവരാജ്യത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. The second part of it, the kingdom of God, is what is going to happen on the earth. ദൈവരാജ്യം ഭൂമിയിലേക്ക് വീണ്ടും വരും. യേശുവിന്റെ രണ്ടാം വരവിൽ 1000 വർഷം മില്ലേനിയൽ റൂൾ ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ 1000 വർഷം ആണ്ട് വാഴുമ്പോൾ, ആമേൻ, രണ്ടാമത് കർത്താവ് വരുമ്പോൾ അവിടെ ഒരു ദൈവരാജ്യത്തിന്റെ സ്ഥാപിതം ഈ ഭൂമിയിൽ നടക്കാൻ പോവുകയാണ്. When Jesus comes to rule the earth for 1000 years, his kingdom is going to be established. അവനോട് കൂടെ പന്തിയിരിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. The word of God says that blessed are those who sit with him in the kingdom. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കാൻ വേണ്ടിയാണ് ദൈവമക്കളെ ഇന്ന് വിളിച്ചിരിക്കുന്നത്. And God has called us to be a part of his kingdom. അല്ലേ, നിങ്ങൾ നമ്മൾ ഓരോരുത്തരെയും അതിന്റെ ഭാഗഭാഗങ്ങളായി തീർക്കുവാൻ വേണ്ടിയാണ് സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. The very reason why Jesus came to the earth is to make us a part of his kingdom. ഈ ഭൂമിയിലെ 1000 വർഷം വാണ്ട് കഴിയുമ്പോൾ അവിടെ പറയുന്നു, 1 കൊരിന്ത്യർ 15:24 പറയുന്നു, പിന്നെ അവസാനം അന്ന് ഞാൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. Then comes the end, when he shall deliver up the kingdom to the God, even the Father. When shall he put down all rule and authority and power? ദൈവത്തിന്റെ കരങ്ങളെ പിതാവിന്റെ കരങ്ങളിലേക്ക് അവൻ സ്വന്തം രാജ്യത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണം കടന്നു വരുന്നത്. The fulfillment of the kingdom of God is when Jesus commits the kingdom into the hands of God. അപ്പോൾ ദൈവത്തിന്റെ രാജ്യം ഒരുവന്റെ അകത്തളങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, so when the kingdom of God has come into a person, ആമേൻ, നമ്മളെ ഒരു വ്യത്യസ്ത വ്യക്തിയാക്കി ദൈവം മാറ്റുകയാണ്. he will make us a changed person. ദൈവിക വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ആമേൻ ആമേൻ പ്രവൃത്തികൾ ദൈവം അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് ദൈവം അയക്കുവാൻ ആണ് ദൈവവചനത്തിലൂടെ നമ്മൾ അറിയുന്നത്. So he wants
to see he wants the fulfillment of the promises to take place in our life. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇന്ന് നിരാശ, ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവേ ദൈവത്തിന്റെ നീതിയും രാജ്യവും അന്വേഷിച്ചിട്ട് പലപ്പോഴും ചിന്തിക്കുന്ന തലങ്ങളിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിഞ്ഞാണല്ലോ വരുന്നെന്ന് പറയുന്ന പലരുമുണ്ട്. Even I have thought that, and many people think I have truly sought the kingdom of God, but things are not happening like the way I expected. അപ്പോൾ ഇന്ന് അങ്ങനെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, ദൈവം ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ യേശുക്രിസ്തു ഒരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനം യേശു പറഞ്ഞു എന്റെ നാമത്തിൽ ചോദിച്ചാൽ എന്റെ സ്വർഗ്ഗത്തിലെ പിതാവ് നൽകുമെന്ന് സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കും. So if Jesus has declared something, it will surely happen. അതുകൊണ്ട് ഇന്ന് ഭയപ്പെടേണ്ട, കർത്താവിന്റെ വചനത്തിന് മാറ്റം വരത്തില്ല. So do not fear, whatever God has said, it will come to pass. അപ്പോൾ തിരുവചനം നമ്മൾ ഇന്ന് കർത്താവ് പറയുന്ന ഒറ്റ കീ അല്ലെങ്കിൽ അതിന്റെ താക്കോൽ വാക്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ രാജ്യവും നിങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാകുക. ദൈവിക വാഗ്ദത്തങ്ങൾ കേൾക്കുന്നവരുടെ ജീവിതത്തിന്റെ മേൽ ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകും. So the key verse is, if you to seek the kingdom of God and his righteousness, everything else shall be added to you. അപ്പോൾ അഡീഷൻ ആണ് നടക്കുന്നത്, അഡീഷൻ. There is going to be an addition. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് അവിടെ പറയുന്നു നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരുമെന്ന് ദാവീദ് സങ്കീർത്തനം 23 പറയുന്നു. David says in Psalm 23, goodness and mercy shall follow all the days of my life. ആമേൻ. ആവർത്തന പുസ്തകം 28 അധ്യായത്തിൽ പറയുന്നു ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളെ കടന്നുപോകും. എങ്ങനെയാണ് ഈ അനുഗ്രഹങ്ങൾ നിങ്ങളെ കടന്നു പോകുന്നത്? And Deuteronomy 28 says all these blessings will overtake you. ആമേൻ. അവിടെ പ്രവാചകന്മാരുടെ ആ സമയങ്ങളിൽ പുരോഹിതന്മാരുടെ സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ന്യായപ്രമാണവും ചട്ടവും നിങ്ങൾ അതുപോലെ അനുസരിക്കുന്നുവെങ്കിൽ ഈ ഭൗതിക അനുഗ്രഹങ്ങൾ നിങ്ങളെ കടന്നു പോകും. So it's the word of God says, if you diligently obey the commandments of the Lord, truly the blessings will come into your life. അതിനൊക്കെ അകത്ത് ഒരു ക്ലോസ് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രമാണം കൊടുത്തിട്ടുണ്ട്. ആ പ്രമാണം അനുസരിച്ചാൽ മാത്രമേ ഇത് ജീവിതത്തിന്റെ മേൽ നിവർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകത്തുള്ളൂ. So only if we diligently obey the word of the Lord and the commandments of the Lord will these blessings come into your life. ആമേൻ. അങ്ങനെ ഒരു പ്രമാണം പുതിയ നിയമത്തിലും കൊടുത്തിട്ടുണ്ട്. Even in the New Testament there is a promise like that. അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും യഥാർത്ഥത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ചിലതൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ മേൽ ആഡ് ചെയ്യപ്പെടും. നമ്മുടെ മേൽ ദിവസങ്ങൾ ആഡ് ചെയ്യപ്പെടുന്ന ദിവസങ്ങൾ. Truly the blessings will be added to your life. ഹല്ലേലൂയ. ഇന്നത്തെ വിശ്വസിക്കുന്നവരുടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വിശ്വാസം പറഞ്ഞാട്ടെ. If anyone believes that, can you raise your hand and receive this word in faith? ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാൻ നീതിയും രാജ്യവും അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. If you have really been seeking the kingdom of God and his righteousness, all these blessings will surely come into my life. അപ്പോൾ ദൈവരാജ്യത്തിനകത്ത് ഏത് വിഷയമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്, സകല വിഷയത്തിന്റെ മേലും ഇന്ന് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ അത് ഭൗതിക മണ്ഡലമായിരിക്കാം, ആത്മീയ മണ്ഡലമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ മാനസിക തലങ്ങളുള്ള വിഷയമായിരിക്കാം, നമ്മുടെ നിത്യതയുടെ കാര്യമായിരിക്കും വിഷയമായിരിക്കാം. ഏത് വിഷയമാണെങ്കിലും അതിന്റെ മേൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു ചേർക്കപ്പെടൽ ഈ ദിവസങ്ങൾ നടക്കുവാനാകും. So whatever area you are seeking a blessing, it might be in the emotional or mental or material realm, in those areas God's blessing will be revealed. ആമേൻ. പഴയ നിയമത്തിൽ നടക്കാത്ത പല കാര്യങ്ങളും പുതിയ നിയമത്തിൽ യേശുക്രിസ്തു മുഖാന്തരം സാധിക്കും. Whatever has not taken place in the Old Testament, in the New Testament it will surely come to pass. അതിലേക്കെല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് കടന്നു പോകാൻ സാധിക്കത്തില്ല. നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. All these things we will come to know about it. അപ്പോൾ പത്രോസ് കർത്താവിനോട് ചോദിച്ചു, ഞാൻ നിന്റെ നിമിത്തം വീട് വിട്ടു, നാട് വിട്ടു, കൂട് വിട്ടു, നാമതേ കൂട്ടം വിട്ടു, എനിക്ക് എന്തു കിട്ടും കർത്താവേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം പത്രോസ് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. We know that Peter asked Jesus, Lord, I left everything, my home, my property, everything, what will I get? അപ്പോൾ ദൈവത്തിന്റെ നീതിയും രാജ്യവും അന്വേഷിച്ചിറങ്ങിയ പത്രോസിന്റെ ജീവിതത്തിൽ അവൻ എന്ത് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിനക്കൊരു പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട്. So when Peter is asking, what will I get because I have forsaken all these things, Jesus said, you will get a reward. ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങൾ ഉണ്ടാകും, പക്ഷെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങൾ പോലും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ഒരുവൻ പോലുമില്ല. വരാൻ പോകുന്ന രാജ്യത്തിൽ അത് പ്രാപിക്കാത്ത ഒരുവൻ പോലുമില്ലെന്ന് യേശുക്രിസ്തു പറഞ്ഞാൽ ഇന്ന് രാത്രി നമുക്ക് വിശ്വാസം ഏറ്റെടുക്കാൻ സാധിക്കും. So Jesus told Peter, you will get 100-fold of whatever you have forsaken in the kingdom.
ആമേൻ. അപ്പോൾ ദൈവരാജ്യത്തിനകത്ത് ഈ ദിവസങ്ങൾ നമ്മൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ദൈവരാജ്യം നമ്മുടെ അകത്തളങ്ങളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, So if the kingdom of God has come into us, ഒരു വലിയ വാഗ്ദത്തത്തിന്റെ ഉടമസ്ഥ അവകാശിയാണ് സഹോദര സഹോദരി നിങ്ങൾ. you are a keeper of a big promise. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ സ്വർഗം തയ്യാറായി നിൽക്കുകയാണ്. God wants to fulfill his plan upon your life. യേശുക്രിസ്തു വന്നപ്പോൾ പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. Jesus, when he came, said, repent, for the kingdom of God is at hand. അപ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ ഒറ്റ കാര്യം ചെയ്യുക, മാനസാന്തരപ്പെടുക. So because the kingdom of God is at hand, repent. പഴയ പാപങ്ങളെ വിട്ടുകളഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ സ്വീകരിക്കുക. Just forsake your old sins and receive Jesus as your Lord and Savior. രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുക്രിസ്തു ഹല്ലേലൂയ ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടുമ്പോൾ, ഹൃദയത്തിന്റെ വാതിൽ നിങ്ങൾ തുറന്നാൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുന്ന ആമേൻ യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കടന്നു വരും. So the King of Kings and the Lord of Lords, when he knocks at the door of your heart, if you open it and receive him, he will rule in your life. നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു രാജാവല്ല, രാജാതി രാജാവായി വാഴുവാൻ ആമേൻ കർത്താവ് ആഗ്രഹിക്കുന്നു. He just does not want to be a king. He wants to reign as the King of Kings in your life. അതിനാദ്യം വേണ്ടത് മാനസാന്തരമാണ്. So for that you need to first repent. ആമേൻ. പഴയതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ഇന്ന് ദൈവിക സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തയ്യാറാകുക. So you should forsake all your old sins and you should start a new beginning. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. Repentance means to renew your mind. അപ്പോൾ യേശുക്രിസ്തു ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടുമ്പോൾ ആ വാതിലിന്റെ പ്രത്യേകതയുണ്ട്, അതിന്റെ ലോക്ക് അകത്താണ്, പുറത്തല്ല. So when Jesus comes to knock at the door of your heart, the lock is inside your heart, it is not outside. അല്ലേ? അപ്പോൾ ദൈവം നമ്മളെ തുറന്നെങ്കിൽ മാത്രമേ യേശുവിന് അകത്ത് വരുവാൻ സാധിക്കത്തുള്ളൂ. So only if you open your heart from the inside can the Lord come in. യേശു ആരെയും ഇടിച്ചു പൊളിച്ച് വാല് തുറന്ന് അകത്ത് വരത്തില്ല. ഹൃദയം സമർപ്പിക്കുന്നവന്റെ ജീവിതത്തിൽ യേശുക്രിസ്തു ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. Jesus will not force himself into the hearts of anyone. Only if you invite him will he come into your heart. അപ്പോൾ കർത്താവിനെ ഏൽപ്പിച്ച കർത്താവ് യേശുക്രിസ്തു ഒരുവന്റെ അകത്ത് വന്ന അവൻ രാജാവായി അവന്റെ ജീവിതത്തിൽ രാജാതി രാജാവായി തീരുകയാണ്. So when Jesus comes into your heart, he will reign and rule as the King of Kings. അപ്പോൾ ആ യേശുക്രിസ്തുവിനെ നമ്മുടെ സ്വകാര്യ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയല്ല യേശു ഹൃദയത്തിനകത്ത് കടന്നു വരുന്നത്. When Jesus comes into your heart, you should not take advantage of him. He will not to have your own ends meet. യേശുക്രിസ്തു മധ്യസ്ഥാനത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. Jesus will only take up the center position of your life. യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് പ്രത്യേകതയുണ്ട്. യേശുക്രിസ്തു ഭൂമിയിൽ നിന്ന് കടന്നുപോയപ്പോൾ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകർന്നു. When Jesus left this earth, he sent the Holy Spirit upon them. അതുകൊണ്ട് യേശു പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ആമേൻ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിനകത്ത് കടക്കാൻ സാധിക്കത്തില്ല. So Jesus said, unless you are born of the water and the Spirit, you cannot enter the kingdom of God. നിക്കോദെമോസിനോട് യേശു വ്യക്തമായി പറഞ്ഞു, നീ ആത്മാവിൽ വീണ്ടും ജനിച്ചാൽ മാത്രമേ നിനക്ക് ദൈവരാജ്യത്തിനകത്ത് കാലുകുത്താൻ പറ്റത്തുള്ളൂ. So Jesus told Nicodemus, unless you are born again, you cannot enter the kingdom of God. യേശുവിൽ വിശ്വസിക്കുന്നവരെ ഇന്ന് വിളിച്ചപേക്ഷിക്കുന്നവരെ തന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുവാൻ തക്കവണ്ണം ഇടയാകും. Whoever calls upon the Lord will pour out his Holy Spirit upon them. റോമർക്കെഴുതിയ 14-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും അത്ര. ദൈവരാജ്യം ഒരുവന്റെ അകത്താണ് ആദ്യം വെളിപ്പെടുന്നത്. So Romans 14 verse 17 says, the kingdom of God is not eating and drinking, but righteousness and peace and joy in the Holy Spirit. തിന്നുക, കുടിക്കുക, ആമേൻ, ആനന്ദിക്കുക, നാളെ ചാകും, കുഴിച്ചിടും, പിന്നെ ഒന്നുമില്ലെന്ന് വിശ്വസിക്കുക എന്നല്ല ദൈവമക്കൾ. അവർ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി ഒരു രാജ്യം എന്റെ സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. The child of God does not believe, eat and drink and be merry, tomorrow you die, but the child of God knows that the righteousness, peace and joy in the Holy Spirit. ആ പ്രത്യാശ ഇന്ന് രാത്രിയിൽ പകരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. It is the Holy Spirit who gives us this hope. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതമാണ് ദൈവരാജ്യത്തിന്റെ ജീവിതം. The child who is in the kingdom of God is controlled by the Holy Spirit. അപ്പോൾ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ കർത്തൃത്വം കടന്നു വരുന്നത്. So only a person, a child who's in the kingdom of God will allow himself to be controlled by this. യേശുവിന് ആളത്തമായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് കയറിയിരിക്കാൻ കഴിയത്തില്ലല്ലോ. Jesus cannot come as a person into your body. യേശുക്രിസ്തുവിന്റെ വചനം തന്നെ യേശുവാണ്. Jesus is the word himself. പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് യേശുവുമായിട്ട് നമുക്ക് സംസർഗം ഉണ്ടാകുന്നത്. It is through the Holy Spirit that we have fellowship with the Lord. ആമേൻ. പരിശുദ്ധാത്മാവ് ജീവിതത്തിന്റെ മേൽ കടന്നു വന്നാൽ,
When the Holy Spirit comes into your life, അവൻ ഒരു പുതിയ മനുഷ്യനാക്കി ദൈവം നിങ്ങളെ മാറ്റുകയാണ്. He will make you a new creation. പഴയ മനുഷ്യനെ ഓവർകം ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ മാത്രമേ ആ പഴയ ജഡത്തിന്റെ മനുഷ്യനെ നമുക്ക് തകർക്കുവാനും അവൻ അതിന്റെ മേൽ ജയമെടുക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന ജയോത്സവമായ ജീവിതം നയിക്കുവാനും സാധിക്കുകയുള്ളൂ. So live with the power of the Holy Spirit. Can you overcome your old sinful life? അപ്പോൾ ദൈവത്തിന്റെ രാജ്യം അകത്ത് വന്നാൽ ഈ രാജ്യത്തിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് ആമേൻ സങ്കടവും ദുഃഖവും നിലവിളിയും കരച്ചിലും കുറ്റം പറച്ചിലും ദൂഷണവും അസൂയയും പിണക്കവും ആമേൻ ഒന്നുമല്ല. അതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സമാധാനം, സന്തോഷം, ലവ്, ജോയ്, പീസ്, ആമേൻ ഇങ്ങനെയുള്ള ദൈവിക ഫലങ്ങളാണ് നമ്മുടെ അകത്ത് കർത്താവ് നൽകുന്നത്. So when we are part of the kingdom of God, it is not only sorrow and hatred and jealousy, but it is a peace and joy in the Holy Spirit. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ ഫലങ്ങളാലും ദൈവം നമ്മളെ നിറയ്ക്കും. 9 ഫലങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോന്റെ അകത്തളങ്ങളിൽ കയറി വന്നാൽ അതിനകത്ത് സ്ഥിതി മാറ്റുകയാണ് ദൈവം. So when you come into the kingdom of God, we will be filled with the fruits of the Holy Spirit. ഇന്ന് തുള്ളിച്ചാടി ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നൃത്തം ചെയ്യുവാൻ കഴിയുന്നത് ആമേൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിഷയങ്ങളെല്ലാം വിടുതൽ കിട്ടിയോണ്ടല്ല, ദൈവത്തിന്റെ രാജ്യം അകത്ത് വന്നതുകൊണ്ട് മാത്രമാണ്. The very reason why we are rejoicing is not because we have got an answer to our prayers, but because the Holy Spirit has come into us. അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യം എന്റെ അകത്ത് വന്നു കഴിഞ്ഞു. The kingdom of God has come into me. അപ്പോൾ എനിക്കൊരു പ്രത്യാശയുണ്ട്, ഒരു സീൽ എൻ്റെ മേൽ അടിച്ചിട്ടുണ്ട്. So I have a hope, a seal has been placed upon me. ഒരു വിസ എനിക്ക് കിട്ടിയിട്ടുണ്ട്. I have got a visa. ഒരു സ്റ്റാമ്പ് എനിക്ക് അടിച്ചിട്ടുണ്ട്. I have got a stamp. എൻ്റെ രാജ്യത്തിലേക്ക് പോകാൻ സമയമാകുമ്പോൾ എനിക്കുള്ള ടിക്കറ്റുമായി എനിക്കുള്ള ഫ്ലൈറ്റ് വരും. So when it is time for me to leave, I will get my ticket and my flight. അല്ലെങ്കിൽ അങ്ങനെ പ്രത്യാശയില്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ആ പ്രത്യാശ തരണമേ. So if anyone does not have that hope, can you pray today, God give me that hope. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ രാജ്യം ഞാൻ പറഞ്ഞു വരുന്ന പ്രത്യാശ ഒരുപക്ഷെ നമുക്കിന്ന് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം ഇതൊക്കെ വരാൻ പോകുന്ന കാര്യമല്ല സഹോദര പാസ്റ്ററെ, ഇതൊക്കെ ഇന്ന് എനിക്കുള്ള വിഷയത്തിന് ആരാ വിടുതൽ നൽകുന്നത്? You might tell me, Pastor, this is that all those things is going to happen in future, but today in my request, who's going to deliver me? നാളെ എനിക്കൊരു വിഷയമുണ്ട്, ഈ വിഷയത്തിന് മേൽ ആരാ വിടുതൽ അയക്കാൻ പോകുന്നത്? Tomorrow I have to face a problem, who's going to help me out? എന്റെ സാമ്പത്തിക വിഷയം, എന്റെ തലമുറയുടെ വിഷയം, പല വിശേഷങ്ങളുടെ മധ്യേ നിൽക്കുന്ന എന്റെ ജീവിതത്തിന്റെ മേൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ നീതിയും രാജ്യവും അന്വേഷിച്ചിട്ടും പലതും കടന്നു വരുന്നില്ലെന്ന് കംപ്ലൈന്റ് ചെയ്യുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. I've seen many people who complain that in my material life or in the life of my children, I've been seeking the kingdom of God, but nothing is really happening. പക്ഷേ ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ, but if you are living according to the will of God, പൂർണ്ണമായ ഒരു ജീവിതത്തെ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. God wants to give you a meaningful life. ദൈവം എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? Whatever He has seen through your life. നമ്മുടെ ആഗ്രഹങ്ങളല്ല, നമ്മുടെ ചിന്തകളല്ല, അതിനപ്പുറത്ത് ദൈവത്തിന്റെ പദ്ധതിക്കകത്തേക്ക് കടന്നു വരുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി ആകത്തുക മാറ്റുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. It is not our thoughts and our plans, but when you come submit yourself to the will of God, He will fulfill it. അതെ, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ആ കർത്താവിനെ അരികിലേക്ക് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവമല്ല യേശു കർത്താവ്. Jesus, we should not just receive Jesus into our life, then put Him on the side, but He should take complete lordship over our life. സകലത്തിനേക്കാളും ആ കർത്താവിനെ സ്നേഹിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, if you are willing to love the Lord more than anything, ഈ വാഗ്ദത്തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ പൂർത്തീകരിക്കാൻ കർത്താവ് ഇന്ന് സന്നദ്ധനായി നിൽക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. all these promises will surely be fulfilled in your life. ജീവന്റെ വൃക്ഷം പർദീസായിൽ നടുഭാഗത്ത് നിൽക്കുന്നു. The tree of life is in the midst of the garden. അവിടെ യേശുക്രിസ്തുവിനെ അത് സൂചിപ്പിക്കുകയാണ്. It symbolizes Jesus. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നടുക്ക് ത്രിയേക ദൈവത്തിന്റെ നടുക്ക് കർത്താവായ യേശുക്രിസ്തു നിൽക്കുന്നു. Jesus is in the midst of the Father and the Holy Spirit. രണ്ടോ മൂന്നോ പേർ കൂടിയാൽ അവരുടെ മധ്യേ ഞാൻ ഇറങ്ങി വരുന്നവനാണ് യേശു. Jesus always takes the center place. When 2 or 3 are gathered together, I will be there in your midst. സ്വർഗീയ ആരാധന നടക്കുമ്പോൾ യോഹന്നാൻ കാണുന്നു, അതിന്റെ മധ്യേ അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാധന മധ്യേ നിൽക്കുന്നു. We know in heaven when the worship is going on, Jesus is a lamb is in the midst of the throne. കത്തുന്ന തീക്കകത്ത് നാലാമനായി ഇറങ്ങി വരുന്നവൻ അവൻ നടുക്ക് നിൽക്കുന്നത് കാണുന്നു. Even in the midst of the fire, we see Jesus as a fourth person in the midst of the fire. ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ സകലത്തിന്റെ നടുവിൽ ഒരുവൻ നിൽക്കുന്നു.
We see Jesus on the high and lifted up on the throne. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ സെന്റർ പീസ്, നിങ്ങളുടെ മധ്യസ്ഥാനത്ത് യേശുവിന് സ്ഥാനം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിന് മേലും ചിലതൊക്കെ ആഡ് ചെയ്ത് തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. If you are willing to give Jesus the central place in your life, he will surely add the blessings into your life. അതിൽ കർത്താവ് യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്തിനെല്ലാം സ്നേഹിക്കുന്നു? Whatever you love more than Jesus, അവൻ ദൈവത്തിന്റെ മധ്യസ്ഥാനത്ത് നിന്ന് കർത്താവ് മാറിപ്പോകും. then Jesus will no longer occupy the central place in your life. പത്രോസിനോട് യേശു ചോദിച്ചു, പത്രോസേ നീ ഇവയെക്കാളും എല്ലാം എന്നെ സ്നേഹിക്കുന്നുവോ? Jesus asked Peter, Peter, do you love me more than these? 3 പ്രാവശ്യം ചോദിച്ചു. Jesus asked him 3 times. പടകും വലയും എടുത്ത് ആ കടലിലേക്ക് കടന്നു പോകുന്ന പത്രോസിനെ നോക്കിയിരിക്കുന്ന യേശു ഉണ്ടായിരുന്നു. When Peter and the others went to the sea to fish, Jesus was looking at him. അല്ലെങ്കിൽ ഇന്ന് യേശുവിന്റെ അടുക്കൽ വന്ന ഒരുവനെയും കർത്താവ് തള്ളിക്കളയത്തില്ല. Whoever comes to the Lord, he will never forsake him. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരുവനെയും യേശു തള്ളിക്കളയത്തില്ല. Whoever has received Jesus into their life, God will never forsake him. നിങ്ങൾക്ക് കർത്താവിനെ സ്വീകരിക്കാനും തള്ളിക്കളയാനുള്ള അവകാശമുണ്ട്. You have the right whether to accept him or reject him. പക്ഷേ യേശു പത്രോസിനെ വീണ്ടും മടക്കി വിളിച്ചു. But Jesus is calling Peter again. ആദ്യം കണ്ടുമുട്ടിയപ്പോൾ ചെയ്ത ഒരു ദൈവിക അത്ഭുതം പത്രോസിന്റെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തു വീണ്ടും ചെയ്തു. So the same miracle that Jesus performed in Peter's life when he met him, Jesus is again doing that miracle for him. ശൂന്യതമേ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ പടക് ഇന്ന് അവൻ ശൂന്യമായി കിടക്കുകയാണെങ്കിൽ അതിനെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു യേശു കർത്താവ് നമ്മുടെ കൂടെ ഇന്നുമുണ്ട്. So if your boat is empty, Jesus can fill it. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഏത് ശൂന്യാവസ്ഥയിലും നമ്മുടെ ഭൗതിക മണ്ഡലത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും അറിയുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. He knows all our material needs. ആമേൻ. അപ്പോൾ അവിടെ പടക് നിറഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി ഇത് യേശുവാണ്. So when the boat was full, Peter recognized this is Jesus. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ഭൗതിക മണ്ഡലത്തെ വീണ്ടും അനുഗ്രഹിച്ചു. And his material wealth was restored. പക്ഷെ അവിടെ തീർന്നില്ല. But that was not the end. കർത്താവ് വീണ്ടും അവനെ അടുക്കൽ ചാരെ വിളിച്ചിട്ട് Jesus is calling Peter closer to him. ഹല്ലേലൂയ. അവനോട് ചോദിച്ചു, നീ ഇവയെക്കാളും എല്ലാം എന്നെ സ്നേഹിക്കുന്നുണ്ടോ പത്രോസേ? And Jesus asking Peter, Peter, do you love me more than these? നിനക്ക് ഈ പടകിനേക്കാളും എന്നെ ഇഷ്ടമാണോ? Do you love me more than the boat? നീ ഒന്ന് നോക്കിക്കുക, ആ പടകിനകത്ത് പിടയുന്ന മത്സ്യങ്ങൾ 153 മത്സ്യങ്ങളില്ലേ? There are 153 big fish in the boat. Do you love me more than these fish? ആ വലയില്ലേ, ആ വലയേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Do you love me more than the net? കടലിൽ പോകുന്നവൻ ഏറ്റവും സ്നേഹിക്കുന്നത് വലയും പടകിനെയുമാണ്. Those who the fishermen love the sea, the net and the fish the most. പക്ഷെ അതിനെല്ലാം കൂടുതലായിട്ട് ഇനിയുള്ള നിന്റെ ജീവിതകാലത്ത് നീ എന്നെ സ്നേഹിക്കാൻ തയ്യാറാണോ പത്രോസേ? But Jesus asking Peter, in your life, are you willing to love me more than everything else? നിന്റെ ജീവിതത്തിൽ കിട്ടുന്ന അനുഗ്രഹം പ്രാപിച്ചിട്ട് നീ വീണ്ടും മടങ്ങി പോകുവാനാണോ നീ ആഗ്രഹിക്കുന്നത്? Will you just take the blessing from me and leave me and go? 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ വീണ്ടും 3 പ്രാവശ്യം യേശു ഏറ്റുപറയിപ്പിക്കുമ്പോൾ We know that Peter denied the Lord 3 times. Again Jesus is reinstating him. ഒരു ആത്മീയ അധികാരം കൂടി പത്രോസിന്റെ മേൽ യേശുക്രിസ്തു പകരുകയാണ്. Jesus is also giving him an authority. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മേൽ ആത്മീയമായ വിഷയങ്ങളുടെ മേൽ, നമ്മുടെ ഭൗതികമായ വിഷയങ്ങളുടെ മേൽ ഈ ദിവസങ്ങൾ നിവൃത്തീകരണം ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിലും ഒരുങ്ങി നിൽക്കുന്നു. So Jesus is ready to meet all your needs in your spiritual and your material life. ഹല്ലേലൂയ. നിന്റെ വാക്കിന് മുമ്പിൽ വലയിറക്കാമെന്ന് പറഞ്ഞ പത്രോസ്, Peter said, at your word I will lay the net down. നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ തല കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ പത്രോസ്. Peter said, even if I have to die, I will live for you. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ പത്രോസ്, തള്ളിക്കളഞ്ഞ പത്രോസിനെ 3 പ്രാവശ്യം വീണ്ടും ഏറ്റുപറയിപ്പിക്കുന്ന യേശുക്രിസ്തു. Peter who denied Jesus 3 times, Jesus is again reinstating him 3 times. പത്രോസിനോട് ചോദിച്ച പത്രോസ് പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുമില്ലാതെ എൻ്റെ ദൈവം എന്നെ നടത്തി. Peter will tell you that after that Jesus has met all his needs. ആമേൻ. മറ്റുള്ളവരെ എല്ലാവരെക്കാളും നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ആമേൻ, ലോകത്തോടുള്ള ഭയം, സമൂഹത്തോടുള്ള ഭയം, ചുറ്റുവട്ടങ്ങളോടുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ തക്കവണ്ണം ഇടയാകും. When you love Jesus more than anything else, then you will no longer fear man or society. പൂർണ്ണമായ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. So because perfect love casts out fear. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ യേശു പറയുന്നു, എൻ്റെ കൽപ്പനകളെ നിങ്ങൾ കേട്ടിട്ട് പോകത്തില്ല,
ഇന്ന് രാത്രി നിങ്ങൾ കേട്ടിട്ട് അതിനെ കാത്തുപരിപാലിക്കാൻ ഇടയാകും. Jesus said, if you truly love me, you will not just hear my commandments, but you will hear and obey it. ഇന്ന് കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എത്ര പേർ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാകും? In your love relationship with the Lord, if you think that there is a lack, why don't you come into that first love experience with the അപ്പോൾ Lord? കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന് അപ്പുറത്ത് ഒന്നുമില്ലായിരിക്കും. So when you truly have received Jesus into your life, there should be nothing greater than the Lord. അവൻ പലരും യേശുവിനെ സ്വീകരിച്ചിട്ട് പിന്നെ അവൻ അവരുടെ ജീവിതത്തിൽ ഒരു കല്യാണം കഴിച്ചു കഴിയുമ്പോൾ കർത്താവിനേക്കാളും ഭർത്താവ് വലുതായി തീരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. I've seen many people who truly love the Lord first, but after they get married, they love their husbands more than the Lord. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ യേശുവുമായിട്ടുള്ള സ്നേഹബന്ധം പലപ്പോഴും സാമ്പത്തികമായി സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കർത്താവിനേക്കാളും കൂടുതൽ സമ്പത്തിനെ സ്നേഹിക്കാൻ തുടങ്ങും. When the material wealth shall increases in your life, somehow you come to love the wealth more than the Lord. അപ്പോൾ ദൈവത്തിന് നീതിയും രാജ്യവും അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ സകലതും കൂട്ടിച്ചേർക്കപ്പെടുന്നു പറഞ്ഞ ദൈവിക വാഗ്ദത്തത്തിന് ഇന്ന് രാത്രിയിലും മാറ്റമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാൻ തയ്യാറാണ്. So if you believe that if you truly seek the kingdom of God and his righteousness, everything else shall be added to you. യേശുക്രിസ്തു പറഞ്ഞ ഓരോ വാക്യത്തിന്റെ പിന്നിലും ആമേൻ സ്തോത്രം ചില അർത്ഥങ്ങൾ അതിന് പിന്നിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. So for every word that Jesus has spoken, there is a great truth behind that. ആമേൻ അതിന്റെ പിന്നിൽ ചില കാര്യങ്ങൾ കൂടി ചേർത്തിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. Jesus has added certain other truths along with it. ആമേൻ പലരും പ്രസംഗിക്കുമ്പോൾ പറയും യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ മതി, സ്വീകരിച്ചാൽ മതി, നിന്റെ ജീവിതത്തിലെ സകല വിഷയവും മാറും. Many people preach you receive Jesus into your life, then all your problems will be solved. ഹല്ലേലൂയ. ആ യേശു വേറെ യേശുവാ. That is not the same Jesus of the Bible. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും മായിട്ട് അഗാധമായ ഒരു സ്നേഹബന്ധത്തിന് അടുക്കിലേക്ക് വലിച്ചു ചേർക്കുവാൻ, നിങ്ങളെ മാർവോട് ചേർക്കുവാൻ, നിങ്ങളുടെ വിഷയങ്ങൾ അതുപോലെ അറിയുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ ചാരെ ഇറങ്ങി വന്നിട്ടുണ്ട്. Our God who we serve wants to draw us into a deeper love relationship with him. അത് മാത്രമല്ല പിതാവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് ദൈവജനത്തെ മടക്കിക്കൊണ്ടിരുവാൻ വേണ്ടി ആ രാജ്യത്തിലേക്ക് വീണ്ടും ചേർക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. The very reason why Jesus came to the earth was to restore our relationship with the Father. അതുകൊണ്ടാണ് യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നത്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. That is why when Jesus teaches us to pray, he teaches us, our Father who art in heaven, your kingdom come. ആമേൻ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും നടക്കട്ടെ. Your will be done here on earth as it is done in heaven. അപ്പോൾ ദൈവത്തിന്റെ രാജ്യം വരിക മാത്രമല്ല, ദൈവത്തിന്റെ ഇഷ്ടം കൂടി അവിടെ നടക്കുക. ദൈവത്തിന്റെ രാജ്യത്തിൽ മനുഷ്യന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാ ദൈവവഴിയിൽ നടക്കാൻ പോകുന്നത്. So in the kingdom of God, it is not the will of man that is being held, but it's the will of God that is being established. അല്ലെങ്കിൽ നമ്മൾ എത്ര ബൈബിൾ വായിച്ചാലും, എത്ര കൂട്ടായ്മകൾ കൂടിയാലും, എത്ര കൈയടിച്ച് ആരാധിച്ചാലും ദൈവത്തിന്റെ വചനപ്രകാരമല്ല നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന കൂട്ടുബന്ധത്തിലല്ല നമ്മൾ നിൽക്കുന്നതെങ്കിൽ, ഈ വാഗ്ദത്തം കേൾക്കുന്ന നിങ്ങളുടെ പേര് എന്റെ പേര് നിവർത്തീകരണം പ്രാപിക്കുകയില്ല. How much ever you worship and clap and praise God, if you are not leading a life according to the word of God, the promises will not be fulfilled in your life. അപ്പോൾ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നതാണ് എന്റെ ഭക്ഷണമെന്ന് യേശു കർത്താവ് പറയുക. Jesus says, my food is to do the will of him who sent me. ആമേൻ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ വരുന്നു എന്ന് ആമേൻ സ്വർഗ്ഗം വിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു തന്റെ പിതാവിനോട് പറഞ്ഞു. Jesus said, here I am, I've come to do your will. അപ്പോൾ ദൈവത്തിന് നിങ്ങളെ പറ്റി ഒരു പ്രത്യേകമായ പദ്ധതിയുണ്ട്. So Jesus has a specific plan upon each of your lives. അത് നിവർത്തീകരിക്കുന്നത് ദൈവത്തിന്റെ രാജ്യത്തിനകത്താണ്. That is being fulfilled only inside the kingdom of God. ഈ ദിവസങ്ങൾ അത് തിരിച്ചറിയുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ആദ്യം We should first pray and come to realization. ആമേൻ. ഈ ദിവസങ്ങൾ നമ്മളെ തന്നെ നമ്മുടെ ശരീരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, If we surrender our bodies to the Lord, നമുക്ക് പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. we have many desires. അല്ലെ, നമ്മളെല്ലാം ആഗ്രഹങ്ങളുള്ളവരാണ്. We all have different desires. ആമേൻ. മോഹങ്ങളുണ്ട്, We have lusts and desires. അത്യാവശ്യമുണ്ട്, We have great needs. ആവശ്യമുണ്ട്, We have wants, we have greed, needs. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് വാൺസ് ഉണ്ട്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. We have desires and wants. അപ്പോൾ യേശുക്രിസ്തു ഇതെല്ലാം സാധിച്ചു തരാനല്ല കർത്താവ് വന്നത്. Jesus did not come to fulfill all your desires. കർത്താവ് വന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ഇത് കേൾക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് മേൽ നിവർത്തീകരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. Jesus wants to fulfill the plan and will of God upon your life. കാരണമുണ്ട്. The reason for that, നന്മയുള്ള ഒരു പദ്ധതിയാണത്.
Because God has a good plan for your life. നമ്മുടെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോയാൽ If we go according to your own plan, പല അപകടങ്ങളും മുമ്പിൽ കിടപ്പുണ്ട്. there might be blunders and accidents in front of you. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന് നന്നായിട്ട് അറിയാം. God knows that very well. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ ആദ്യം ഒന്ന് മാറ്റും. That's why God changes us first. നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുമ്പോൾ When our minds are being renewed, ദൈവവചനത്തിലൂടെയാണ് നമ്മുടെ മനസ്സുകൾ പുതുക്കപ്പെടുന്നത്. it is through the word of God that we come to renew our mind. ദൈവത്തിന്റെ വാക്തത്വവും ദൈവത്തിന്റെ ഹിതവും അറിയുന്നത് ഒരു വലിയ ഇടിവെട്ടുന്ന പോലുള്ള ശബ്ദം കേട്ടിട്ടല്ല ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. God does not speak to us in the voice of thunder. അല്ല, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. God speaks to us through His word. ഈ വചനം തിരിച്ചറിഞ്ഞാൽ ദൈവത്തിന്റെ മിക്കവാറുമുള്ള പദ്ധതിയും ഹിതവും എന്താണെന്ന് നമുക്ക് ഇതിനകത്തൂടെ വെളിപ്പെടാൻ ഇടയാകും. So if we come to know the word of God, we will come to know the will of God. അപ്പോൾ ദൈവത്തിന്റെ നീതിയും രാജ്യവും അന്വേഷിക്കുമ്പോൾ, So when we come to seek the kingdom of God and His ദൈവത്തിന്റെ നീതിയും righteousness, രാജ്യവും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടമാണ് സഹോദര സഹോദരി. the kingdom of God and His righteousness is the will of God. ആമേൻ. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. We should not give up in prayer. ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറയാനുണ്ടെങ്കിൽ ഞാൻ ചുരുക്കുകയാണ്. There are many things more to say, but I want to say in brief. പക്ഷെ ദൈവത്തിന്റെ ഹിതത്തിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ദൈവം കരുതിയിട്ടുണ്ട്. In God's will, there are many great things He has prepared for us. അത് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല. പക്ഷെ ദൈവ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ ജീവിതത്തിന് മേൽ സമയമാകുമ്പോൾ കരങ്ങളിൽ തരുവാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. No eye has seen, no ear has heard, but God will reveal it to us. ദൈവത്തിന്റെ ഹിതം ആദ്യം തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ, First, when you come to know the will of God and you pray that it will be fulfilled in your ഈ life, ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തുവാൻ തക്കവണ്ണമിടയാകും. God will lead you to a blessed life. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് 2 കൊരിന്ത്യരുടെ ലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന് 5-ാം വാക്യം പറയുന്നു, അതും നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, അവർ മുൻപേ തന്നെ നിങ്ങളെയും കർത്താവിനെ പിന്നെ ദൈവേഷ്ടത്തിന് ഒത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. കൊരിന്ത്യ സഭയിലുള്ളവർ ആമേൻ ചെയ്ത ഒരു കാര്യത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Here it speaks about what the Corinthian people did. 2 കൊരിന്ത്യരുടെ 8-ന്റെ 5 പറയുന്നു, 2 Corinthians 8 and verse 5 says, as they did not as they hoped, as we hoped. Not only as we had hoped, but they first gave themselves to the Lord and then to us by the will of God. അപ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ആദ്യം അവരെ തന്നെ അവർ സമർപ്പിച്ചു. So according to the will of God, they first gave themselves to the Lord. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നമ്മളെ തന്നെ ആദ്യം സമർപ്പിക്കാൻ തയ്യാറാകണം. So we should give ourselves to the will of God. നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഹിതമാണെന്നും ദൈവത്തിന്റെ ഇഷ്ടമാണെന്നും ചിന്തിച്ചാൽ അതിൽ പലതും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവ ഇഷ്ടമാകണമെന്ന് നിർബന്ധമില്ല. Whatever your will might not be truly the will of God. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചുരുക്കട്ടെ. Let me say in brief. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I believe what you're hearing what I'm saying. ഒരു ദൈവിക അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മളെ കരം പിടിച്ച് ഈ ദിവസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. God is taking us by the hand and leading us to greater blessing. അപ്പോൾ യേശുക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്നേഹിക്കാൻ തയ്യാറാകണം. So you should be willing to love the Lord first. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിന് എന്തുമാത്രം അകത്താണെന്ന് എനിക്കറിയത്തില്ല. If you have not come to love the Lord first, then I doubt whether you are truly in the kingdom of God. ആമേൻ. ദൈവഹിതത്തിന് വേണ്ടിയല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ആമേൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ ദൈവരാജ്യത്തിനകത്തായിട്ടില്ല. If you are praying for your will to be not done and not for the will of God to be done, I doubt whether you are in the kingdom of God. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഏൽപ്പിച്ചിട്ട് പറയണം, കർത്താവേ അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. You should surrender yourself to the will of God and say, Lord, I surrender myself to do your will. ഹെബ്രായർ 10 പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഇതാ വരുന്നു. Hebrews 10 says, here I come to do your will. ഒരു ശരീരം എനിക്ക് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്നു. You have prepared a body for me. ഹല്ലേലൂയ. ആ ശരീരത്തിൽ ഞാൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം ചെയ്തിട്ട് ആ രാജ്യത്തിലേക്ക് കടന്നു വരുവാൻ എന്നെ ഇടയാക്കണമേ. ഇന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഭൗതിക മണ്ഡലത്തിലും ആത്മീയ മണ്ഡലത്തിലും ഒരു വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണ്. While you are in this body, if you surrender yourself to do the will of God, spiritually and materially, God will bless you. അപ്പോൾ 2 കൊരിന്ത്യരുടെ ലേഖനത്തിൽ അവർ തങ്ങളെ തന്നെ കൊടുത്തു. In 2 Corinthians 8 it says they first gave themselves to the Lord. എന്നിട്ട് ദൈവസഭയ്ക്ക് വേണ്ടുന്നവർ കൊടുത്തു.
Then they gave themselves to the church. ആരും നിർബന്ധിച്ചിട്ടുള്ള ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കേണ്ടത്. No one should be forced to give to the kingdom of God. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കൊടുക്കുന്നതാണ് വാങ്ങിക്കുന്നതിനേക്കാളും ഭാഗ്യകരമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. Jesus says it is more blessed to give than to receive. ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുവാൻ തയ്യാറാകുക. If you are willing to give for the expansion of the kingdom of God. ഹല്ലേലൂയ. അത് സാമ്പത്തിക മണ്ഡലം മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. It is not only in the finances. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തെ തന്നെ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ഏൽപ്പിക്കാൻ തയ്യാറാകുക. If you are willing to give your life and your body for the kingdom of God. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകൾ ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാകുക. If you are willing to surrender your talents for the kingdom of God. നിങ്ങളുടെ സ്നേഹം അനേകർക്ക് കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. If you are willing to give your love to others. നിങ്ങൾ അനേകരെ ആശ്വസിപ്പിക്കുവാൻ തയ്യാറാകുക. If you are willing to comfort others. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നതുകൊണ്ട് The word of God says, Spirit of the Lord God is upon me. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, To speak good tidings to the poor. ആമേൻ. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയുടെ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. The Spirit of the Lord God is upon me. എന്ത് കൊടുക്കണം? ഹൃദയം തകർന്നവരെ നിങ്ങൾ ആശ്വസിപ്പിക്കുന്നവരായി മാറണം. You should be able to heal the broken-hearted. തകർന്നവരെ മുറിവ് കെട്ടുന്നവരാകണം. You should heal the broken-hearted. ബദ്ധന്മാർക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നവരായി തീരണം. You should be people who give liberty to the captives. ആമേൻ. തടവുകാർക്ക് വിടുതല്. You should open the prison doors. ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം. You should give liberty to the captives. അറിയിപ്പാൻ യഹോവയുടെ പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാൻ. To proclaim the acceptable year of the Lord and the day of vengeance of our God. യേശുക്രിസ്തു വരുമ്പോൾ യേശുക്രിസ്തുവിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. When Jesus came, this was what the will of God was for Jesus. ആമേൻ. യേശുക്രിസ്തു തന്നെ പൂർണ്ണമായിട്ടും കൊടുത്തു. Jesus surrendered himself completely to God. അവസാനത്തെ തുള്ളി രക്തവും കൊടുത്തു. He gave the last drop of his blood. പിന്നീട് അവസാനത്തെ ശ്വാസവും കൊടുത്തു. He gave his last breath. എന്നിട്ട് യേശു പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. And Jesus said, it is finished. ഇനി ഒന്നും കൊടുക്കാനില്ല. There is nothing more for me to give. ശരീരത്തിൽ ധരിച്ചിരുന്ന ആമേൻ വസ്ത്രം എടുത്ത് അവർ ചീട്ടിട്ടു. And they cast lots for his clothing. ഹല്ലേലൂയ. അതുപോലും ചീട്ടിട്ട് കൊടുത്തു. All his clothes also they took. അവരെ നോക്കി യേശു പറഞ്ഞു, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ കർത്താവേ. Jesus said, forgive them, Father, for they don't know what they are doing. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് സദ്വാർത്ത കൊടുക്കുന്നവരായി മാറുവാൻ. So these days I pray that each one of you will give the good tidings to the poor. അപ്പോൾ ഈ കർത്താവ് പറയുന്നു, അമ്മാൻ കൊടുപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും. Jesus said, give and it will be given to you. അവിടെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു, നിറച്ചളന്ന് പുലുക്കി മടിയിൽ ഇട്ട് തരുമെന്ന് കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്. Said you will be given pressed down in good measure. അപ്പോൾ എന്ത് കൊടുത്താലും നിങ്ങൾ എന്ത് വിതച്ചാലും നിങ്ങൾക്ക് ഒരു കൊയ്ത്ത് ദൈവം തന്നിട്ടുണ്ട്. So whatever you sow, you're going to reap. ആമേൻ. ഞാൻ പറഞ്ഞു വരുന്നത് കൊടുക്കുവാൻ പലർക്കും മടിയാണ്. Because many do not want to give. നമ്മുടെ ജീവിതത്തെ എത്ര പേർ ഈ ദിവസം കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകും? How many of you are willing to surrender yourself to the Lord? ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു പറയുന്നു, വിധിക്കരുത് എന്നാൽ നിങ്ങൾ വിധിക്കുകയില്ല. Jesus said, do not judge, then you will not be judged. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസം അനുഗ്രഹിക്കുന്നവരാക്കി ദൈവം നമ്മളെ മാറ്റട്ടെ. May I pray that you will be people who bless others. അവൻ വിടുവിൻ, അവൻ എന്നാൽ നിങ്ങളെയും ദൈവം വിടുവിക്കും. You set others free. അവിടെ പറഞ്ഞിരിക്കുന്നത്, yes you shall be condemned, forgive and you will be forgiven. Hallelujah. Amen. നിങ്ങൾ ക്ഷമിക്കുക, എന്ത് പറയും, നിങ്ങളോടും കർത്താവ് ക്ഷമിക്കുക. അപ്പോൾ കൊടുത്താൽ കിട്ടും. If you give, it will be given to you. If you forgive, you will be forgiven. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറായാൽ If you are willing to forgive others, ദൈവം നമ്മളോട് ക്ഷമിക്കും. God will forgive you. എന്ത് കൊടുത്താലും ഒരു ഉത്തരമുണ്ട്, ഒരു മറുപടിയുണ്ട്. So whatever you give, you will get in return. ആമേൻ. നമ്മുടെ ഇടം കൈ അറിയാതെ വലം കൈ ചെയ്താൽ സ്വർഗ്ഗത്തിലെ പിതാവ് നിങ്ങൾക്ക് ഒരു പ്രതിഫലം തരും. So if your right hand does not know what your left hand is doing, God will surely reward you whatever you do in secret. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ചില അനുഗ്രഹങ്ങൾ ഇതിലൂടെ തടയപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ ദൈവം വിടുവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. So if any blessings from God is being hindered, I pray that God will bless you when you come to obey the word. ഹല്ലേലൂയ. അമർത്തിക്കുലുക്കി കവിയുന്ന നല്ല ഒരു അളവ് നിങ്ങളുടെ മടിയിൽ ദൈവം ഇട്ടുതരും. A good measure will be pressed and poured into your lap. കാരണം നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. Because with the same measure you give, it will be measured back to you. Every action has an equal and opposite reaction എന്ന് പറഞ്ഞത് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. Amen. യൂണിവേഴ്സൽ തിയറിയാണ്. അത് സംഭവിക്കും. വിതച്ചാൽ കൊയ്ത്തുണ്ട്. So if you sow, you will reap. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസങ്ങൾ നമ്മുടെ നടപ്പ് ദ്രവ്യ ആഗ്രഹം ഇല്ലാതെ ഇരിക്കട്ടെ.
The word of God says, let your conduct be without covetousness. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുക. Be content with what you have. ഹല്ലേലൂയ. ദൈവം ഒരു നാളും എന്നെ കൈവിടുകയില്ല. God will not leave you for ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. God will not forsake. അതിനു വേണ്ടി കൊടുത്ത ആമേൻ പഴയ നിയമ കാലഘട്ടങ്ങളിൽ അവർ കൊടുത്തിരുന്നു. In the Old Testament, we know that people gave to the Lord. ഹല്ലേലൂയ. അവിടെ ദശാംശത്തിലും വഴിപാടിലും ദൈവജനത്തെ ദൈവസഭയ്ക്കകത്ത് കുറവ് വന്നപ്പോൾ മലാക്കി പ്രവാചകന്റെ പുസ്തകം 3:10 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്കൊക്കെ സുപരിചിതമായ വാക്യമാണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. In Malachi 3:10 it says, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിനും നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലോ ഇങ്ങനെ നിങ്ങൾ ഇതിനാൽ അപ്പുന്ന സൈന്യങ്ങളെ യഹോവ അരുളിച്ചെയ്തു. Here the word of God says, bring all the tithes into the storehouse, that's the Lord, if I will not open for you the windows of heaven and pour out for you such blessing that there will not be enough room to receive it. അതെ, ദശാംശം പഴയ നിയമത്തിലാണെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ കടന്നു പോകുന്നില്ല. പുതിയ നിയമത്തിൽ ഓഹരിയാണ്. In the Old Testament it is tithe, in the New Testament it is offering. ആമേൻ. ഒരു ദൈവഭക്തൻ പറഞ്ഞത് 100% ആമേൻ എനിക്ക് കിട്ടുന്ന വരുമാനം എൻ്റെ കയ്യിൽ ആമേൻ ശാപമായി തീരുന്നതിനേക്കാളും ആമേൻ 90% അനുഗ്രഹിക്കപ്പെട്ടത് എൻ്റെ കരങ്ങളിൽ ഇരിക്കുന്ന എത്രയോ വലിയ അനുഗ്രഹമാണ്. A man of God says, if the 100% that is in my hand, it is better that the 90% of that is in my hand is blessed than the 100% that is in my hand is a curse. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പുതിയ നിയമത്തിൽ ദശാംശത്തിന്റെ കാര്യത്തിൽ സന്തതിയെ ദൈവം അനുഗ്രഹിച്ചതും അപ്പോൾ ദൈവത്തിന്റെ നീതിയെ കർത്താവിന്റെ നീതിയെ പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. It talks about the righteousness of God. രാജ്യവും നീതിയും അന്വേഷിക്കുക. When you seek the kingdom and its righteousness. ഫരിസേയന്റെ നീതിയെ നിങ്ങൾ കവിയുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടപ്പാൻ സാധിക്കത്തില്ല. Unless your righteousness exceeds the righteousness of the Pharisees, you cannot enter the kingdom of God. ഒരു മൈൽ പോകുവാൻ ആഗ്രഹിക്കുന്നതിന് കൂടെ 2 മൈൽ പോകാൻ പറയുന്നു. If anyone asks you to walk 1 mile, go with them 2 miles. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിലും ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിത സമയങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുക. Willing to give your time for the kingdom of God. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ ആലയം പണി നടന്നിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ ആലയം തിരശ്ശീലയ്ക്കകത്ത് കിടക്കുമ്പോൾ ദാവീദ് പട്ടുമെത്തയിൽ ഇരിക്കുമ്പോൾ ആമേൻ പർവ്വതാരി വിരിച്ചിരിക്കുന്ന രാജമന്ദിരത്തിൽ ഇരിക്കുമ്പോൾ ആമേൻ അവിടെ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം കാണുന്ന തിരശ്ശീലയ്ക്കകത്ത് പെട്ടകം കിടക്കുന്നു. David was living in a palace and he saw the ark of God inside the tent. ആമേൻ. അതിനകത്ത് കിടക്കുന്നപ്പോൾ ദാവീദ് പറഞ്ഞു, എനിക്ക് ദൈവത്തിന് വേണ്ടി ആമേൻ ഒരു ആലയം പണിയണം. So David had a desire to build a house for God. അങ്ങനെ തീരുമാനിച്ച ദാവീദിന്റെ അടുക്കൽ രാത്രികാലമാണ് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ആമേൻ നാഥാൻ പ്രവാചകനോട് ഇടപെട്ടു. പോയി ദാവീദിനോട് പറ, ആമേൻ നിനക്ക് എന്നോടുള്ള സ്നേഹം, നിനക്ക് എന്നോടുള്ള താല്പര്യം, എന്റെ ആലയത്തെ പറ്റിയുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞെന്ന് യേശു കർത്താവ് പറയുമ്പോൾ Nathan spoke to David. God spoke to David through Nathan. You have a zeal for the kingdom of God. ഹല്ലേലൂയ. എത്രയധികം ആമേൻ ദാവീദിനോട് ദൈവം പറഞ്ഞില്ല ഒരു ആലയം പണിയുവാൻ. പക്ഷേ ആലയത്തിനകത്ത് ആമേൻ രാജമന്ദിരത്തിൽ ഇരിക്കുമ്പോൾ ദാവീദിന് ഉറക്കം വരുന്നില്ല. കാരണം എന്താണ്? ആമേൻ ദൈവത്തിന്റെ പെട്ടകം തിരശ്ശീലയ്ക്ക് പിന്നിൽ കിടക്കുന്നു. While David was living luxuriously in the palace, he could not be at peace because the ark of God was inside a tent. ഹല്ലേലൂയ. കിട്ടുന്ന സമയം മുതൽ കർത്താവിന്റെ ആലയത്തിൽ ഒറ്റക്കാര്യം ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. നിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നതല്ല ദാവീദ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ആലയത്തിൽ ആയുഷ്കാലം മുഴുവൻ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സങ്കീർത്തനം 27-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദാവീദ് പറയുന്ന ഒരു കാര്യം. David says in Psalm 25 verse 5, I just don't want to be a gatekeeper, but I want to live in the house of the Lord all the days of my life. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ അനുഗ്രഹം വേണം നിങ്ങൾക്ക്. Do you want the blessing of God in your life? വെറുതെ ഇത് കിട്ടുന്നതല്ല. It will not come simply like that. കർത്താവ് യേശു ക്രിസ്തു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് അതിനെ നടത്തിയിരിക്കും. Whatever Jesus has spoken, it will surely come to pass. ആ വചനത്തിന് അണുവിട മാറ്റം വരാൻ പോകുന്നില്ല. There will not be any change in what he has spoken. ദൈവത്തിന്റെ നീതിയും രാജ്യവും അന്വേഷിക്കാൻ തയ്യാറാണെങ്കിൽ കുടുംബത്തിനകത്തെ അവസ്ഥ ദൈവം മാറ്റും.
If you are willing to seek first the kingdom of God and His righteousness, the situation in your family will change. അത് എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം ദൈവം സംഭവ്യമാക്കി മാറ്റുവാൻ പോകുകയാണ്. In my life and in your life, God is going to make it happen. ഹല്ലേലൂയ. അപ്പോൾ യോശുവ പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം. ഞങ്ങൾ സേവിച്ച പിതാക്കന്മാരെയല്ല, ആമോന്റെ ദേവന്മാരെയല്ല സേവിക്കും. ഞങ്ങൾ അതിനെയല്ല സേവിക്കാൻ പോകുന്നത്. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. Joshua said, you decide whom you will serve. As for me and my family, we will serve the Lord. ദൈവത്തെ സേവിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. God has called us to serve Him. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തെ സേവിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. God has not called us just only to love Him, but to serve Him. ഹല്ലേലൂയ. Are you ready to be a servant of God? ദൈവത്തിന്റെ ഒരു ജോലിക്കാരനായി വേലക്കാരനായി തീരുന്നുവെങ്കിൽ നിങ്ങളുടെ ശമ്പളം സ്വർഗ്ഗത്തിലെ ദൈവം തന്നിരിക്കും. If you are willing to be a worker for the Lord, God will reward you in heaven. ഹല്ലേലൂയ. അവൻ കർത്താധി കർത്താവാണ്. Because He's a Lord of Lords. നമ്മുടെ ജീവിതത്തിന്റെ മേൽ കർത്തൃത്വമുള്ളവൻ. He has the lordship over our life. ഞാനിത് വിശ്വാസത്തിലാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. I'm saying this in faith. ആമേൻ. കർത്താവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും പച്ചവെള്ളം കൊടുത്താലും അതിനെ സ്വർഗ്ഗം മാനിച്ചിരിക്കും. If you give even a cup of cold water, God will surely reward you for that. ഈ ദിവസങ്ങൾ തിരിച്ചറിയാത്തവരുണ്ടെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. If you have not realized that, why don't you surrender yourself to that? പറഞ്ഞു, സ്തോത്രം, ഞാൻ നിനക്ക് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകും. നിന്റെ കുടുംബത്തെ ഞാൻ നിന്നിലൂടെ വരുന്ന തലമുറയിലൂടെ ലോകത്തിന്റെ രക്ഷകൻ ആയ യേശുക്രിസ്തു എന്ന മഹാരാജാവ്, രാജാധി രാജാവ് നിന്നിലൂടെ ഉത്ഭവിക്കാൻ പോവുകയാണ്. God spoke to David through Nathan that the King of Kings is going to come from his body. ഹല്ലേലൂയ. അപ്പോൾ നിന്നിലൂടെ വരുന്ന രാജാധി രാജാവ് അവനാണ് ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്നവൻ. So the King of Kings who's going to come from you, he's going to establish the kingdom. കാരണം അതിനുള്ള യോഗ്യതയുള്ളവനാണ് ദാവീദ്. And David was worthy of that. പാപം ചെയ്തവനായിരിക്കാം, വീണ് പോയവനായിരിക്കാം, പക്ഷെ ദൈവത്തെ അപ്പോഴും അവൻ കറയില്ലാതെ സ്നേഹിച്ചവൻ. David might have sinned, he might have fallen, but he had a deep love for the Lord. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ നല്ല പെർഫെക്റ്റ് ലൈഫ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ചെയ്യുന്നതൊക്കെയും വ്യർത്ഥമായി തീരുകയാണ്. You might be leading a perfect life, but നിങ്ങൾ ചിന്തിച്ചേക്കാം, you might be leading a perfect life, but if you don't have a love for God, it's all in vain. ഹല്ലേലൂയ. ഈ ദിവസം എത്ര പേർ കർത്താവിനെ എല്ലാത്തിനേക്കാളും കൂടുതലായി സ്നേഹിക്കാൻ തയ്യാറാകും? How many of you are willing to love the Lord more than anything else? ഹല്ലേലൂയ. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. Consider your ways. നിങ്ങൾ വളരെ വിതച്ചില്ലേ? You have sown much, അല്പമേ കൊണ്ടുവന്നിട്ടുള്ളൂ. but you have reaped a little. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. You have eaten, but you're not full. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. You have drank, but you're not full, കുളിര് satisfied. മാറുന്നില്ല. You're not being warmed. അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, You thought you will get much, അല്പമായി തീർന്നു. but I want to see a little that came. ഹഗായി പ്രവാചകന്റെ പുസ്തകം പറയുന്നു, Book of Haggai says so. നിങ്ങൾ മലയിൽ പോയി മരം വെട്ടിക്കൊണ്ടുവാ, Go to the mountains and cut down the trees, ആലയത്തെ പണിയാൻ തയ്യാറാകുക. and give yourself to build the temple. നിങ്ങളുടെ ചുറ്റും അനേക ആത്മാക്കൾ അവരുടെ നിത്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, All around you there are souls that are being lost. എത്ര പേരോട് നമ്മൾ സുവിശേഷം പറഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ? These days, how many of you have told the gospel? അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ എത്ര പേര് തീരുമാനമെടുക്കും? How many of you will take a decision? എനിക്ക് തന്നിരിക്കുന്ന സമയങ്ങൾ എൻ്റെ ജോലിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെലവഴിക്കുന്നതെങ്കിൽ, If the time that I have, I'm spending only for my job. സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് If ചെലവഴിക്കുന്നത്, I'm just spending on my own pleasures. 24 മണിക്കൂറെങ്കിൽ എൻ്റെ 10-1 ദൈവത്തിനുള്ളതാണ്. If we have been given 24 hours, 10% of it is for God. അതിനുവേണ്ടി നമ്മൾ ദൈവത്തിന് സമയം കൊടുത്തിട്ടുണ്ടോ? Have you given your time for God? കൊടുക്കാൻ തയ്യാറാകുക. Be willing to give. ഈ ദിവസങ്ങൾ തരാൻ ദൈവം തയ്യാറാണ്. God is willing to give you, reward you. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ തയ്യാറാണ്. How many of you are willing to set aside time for prayer? ഹൃദയത്തെ എത്ര പേര് ഒരുക്കുവാൻ തയ്യാറാണ് രാത്രി? How many of you can prepare your heart for God? പല കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. I have many more things to say, but I want to conclude. ഹല്ലേലൂയ. കർത്താവ് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തെ സകല മണ്ഡലത്തിന്റെ മേലും, In all the areas of your life, ഈ ദിവസങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ഒരു ആലയമാക്കി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. let us surrender our bodies to be a holy and acceptable and living sacrifice, ബുദ്ധിയുള്ള ആരാധനയായി, as a reasonable service. ആത്മാവിൽ ജ്വലിക്കുന്ന ആരാധന. Let us have worship in spirit. ഈ ദിവസങ്ങൾ കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ ശരീരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കൂ. Let us surrender our bodies to worship Him. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം ദാവീദിന്റെ മേൽ കടന്നു വന്നപ്പോൾ, When the blessing of the Lord came upon David, അവൻ ദാവീദ് പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ? David said, what am I and what is my family? ഇത്രയധികം എന്നെ അനുഗ്രഹിക്കുവാൻ That God has blessed me so far. ഹല്ലേലൂയ. കാരണം അവൻ അതിന്റെ പിന്നിൽ മറിഞ്ഞു കിടക്കുന്ന കാരണം നമ്മൾ പറഞ്ഞുവല്ലോ. Because we know the reason behind that. ആമേൻ. ഈ
ദിവസങ്ങൾ കർത്താവിന്റെ നീതിയും രാജ്യവും അന്വേഷിക്കുന്നുവെങ്കിൽ, if you are truly seeking the kingdom of God and His righteousness, ആലയത്തിന്റെ പണികൾ ഇന്ന് മുടങ്ങിക്കിടക്കുമ്പോൾ, when the temple is not being built, ഇനി അനേക ആത്മാക്കൾ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരാൻ കിടക്കുമ്പോൾ, there are many souls that are still to come into the kingdom. ഈ ദിവസങ്ങൾ അതിനായിട്ടുള്ള ദാഹമുള്ള എത്ര പേരുണ്ട്? How many of us have a thirst for lost souls? ഈ ദിവസങ്ങൾ എന്റെ കൈ, എന്റെ കാല്, എന്റെ ശരീരം, എന്റെ സമയങ്ങൾ കർത്താവേ, ഈ ദിവസങ്ങളിൽ ആ ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കാൻ How തയ്യാറാണ്? many of you are willing to say, Lord, my hands, my feet, my life, my body, I'm willing to give myself for the expansion of the kingdom of God? അപ്പോൾ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയുള്ള ശരീരമായി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, How many of you will give your body as a living and holy sacrifice? ഒരു വിശുദ്ധിക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, Give your body for holiness. ആമേൻ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ശരീരമായിരിക്കും നമ്മുടെ സഭയുടെ ശരീരം, നമ്മുടെ ദൈവസഭയുടെ ഭാഗമായിരിക്കുമ്പോൾ, When we are part of His body, that is the church. ഈ ശരീരത്തിന്റെ അകത്താണ് കർത്താവ് വസിക്കുന്നതെങ്കിൽ, Jesus resides in our body. ദൈവരാജ്യത്തിന്റെ ഒരു ഭാഗമാക്കി ദൈവം നമ്മളെ മാറ്റിയെങ്കിൽ, If we have become a part of His kingdom, ആമേൻ, എത്ര പേര് തീരുമാനമെടുക്കും? if you will take a decision. വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. The word of God says, give your bodies as a holy and acceptable and living sacrifice. നമുക്ക് ഓഫീസിൽ പോകാൻ തക്ക സമയത്ത് നമ്മൾ കടന്നു പോകും. When we go to the office, we always go on time. പക്ഷേ സഭയിലേക്ക് വരുമ്പോൾ എത്ര സമയത്ത് കടന്നു വരുന്നവരുണ്ട്? But for our meetings, how many of you come on time? ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ എത്ര വിശ്വസ്തരായി ചെയ്യുവാൻ തയ്യാറാകും? The duties that God has entrusted you, how many of you are doing it faithfully? അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിൽ വിചാരകനാക്കും. If you are faithful in small matters, God will make you faithful in greater things. കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. Can you give yourself to the Lord? കർത്താവേ, Lord, ഈ ദിവസങ്ങൾ വചനത്തോടുകൾ ജലസ്ഥാനത്താൽ നമ്മളെ വിശുദ്ധീകരിക്കാൻ കറ, ചുളുക്കം മുതലായി ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ യേശുക്രിസ്തു അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു? സഭയായിരിക്കുന്ന അവൻ മണവാട്ടിക്ക് വേണ്ടി കർത്താവ് തന്റെ സ്വന്തം ശരീരത്തെ കൊടുത്തു. Jesus gave Himself for the church that He might sanctify and cleanse her with the washing of water by the word. അപ്പോൾ കർത്താവിന്റെ ഭാഗമായിരിക്കുന്ന ശരീരത്തിനകത്തേക്ക് നമ്മൾ ചേർക്കപ്പെടണമെങ്കിൽ, so if we have to become a part of His body, നമ്മളെ ദൈവം കരങ്ങളായി ഉപയോഗിക്കുവാനായിരിക്കും ആഗ്രഹിക്കുന്നത്. maybe God wants to use you. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേൻ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ദൈവം നമ്മളെ മാറ്റിയിരിക്കുന്നത്. ദൈവസഭയെ മാറ്റിയിരിക്കുന്നത്, കർത്താവിന്റെ തിരുശരീരം സാർവത്രിക സഭയുടെ ഒരു ഭാഗമായിട്ടാണ് ദൈവം മാറ്റിയിരിക്കുന്നതെങ്കിൽ, we have become a part of His universal church. ആമേൻ. ഈ ദിവസങ്ങളിൽ കർത്താവിന് അനുരൂപരായി തീരുവാൻ, let us be conformed to Him. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ എത്ര പേർ സമർപ്പിക്കും? How many of you will surrender? അപ്പോൾ ദൈവസഭയായിരിക്കുന്ന ക്രിസ്തുവിന്റെ മണവാട്ടി സഭയ്ക്കകത്താക്കി തീർക്കുവാൻ വേണ്ടിയാണ് ദൈവരാജ്യത്തിനകത്ത് ദൈവം ആക്കി തീർത്തത്. God has kept us as to be a part of His church, that is body. ഹല്ലേലൂയ. കർത്താവിന്റെ ഈ ദിവസങ്ങളിൽ നമ്മളെ ആമേൻ കർത്താവ് ചേർക്കുവാൻ വീണ്ടും രണ്ടാം പ്രാവശ്യം വരാൻ പോവുകയാണ്. Jesus is coming again the second time to take us. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ചേർക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. There is coming a time when He is going to take us up in the clouds. ദൈവരാജ്യത്തിനകത്തായിരിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിന്റെ മണവാട്ടി സഭയായി ക്രിസ്തുവിനോട് ചേരുവാൻ പറ്റുകയുള്ളൂ. Only those who are part of His body, the church, can be taken up when He comes in the clouds. ഹല്ലേലൂയ. വ്യത്യസ്തമായ ഒരു വചനമാണെന്ന് പറഞ്ഞെന്ന് എനിക്കറിയാം. I know this is a different message that I'm giving today. പക്ഷേ ദൈവിക അനുഗ്രഹങ്ങളെ വ്യക്താക്കളാക്കി കേൾക്കുന്ന നിങ്ങളെയും പറയുന്ന എന്നെയും മാറ്റുവാൻ സ്വർഗം ഇന്ന് തയ്യാറായി നിൽക്കുന്നു. God wants me and you to be partakers of His blessings. ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യം വരാൻ പോവുകയാണ്. God's kingdom is coming. യേശു വരാൻ സമയമായിരിക്കുകയാണ്. It is time for the Lord to come. സ്തോത്രം. അനേക സംഭവ വികാസങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, Many things that are happening now tells that His coming is near. ഒരു കൊയ്ത്ത് കർത്താവ് ഈ ദിവസങ്ങൾ കണ്ടിട്ടുണ്ട്. A harvest is ready. ഹല്ലേലൂയ. അനേകരെ കർത്താവ് വിളിക്കുകയാണ്. God is calling many, വേലക്കാർ ചുരുക്കമാണ്. but the workers are few. കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ കർത്താവിന് ആവശ്യമുണ്ട്. Those who are hearing me, God wants you to use you. ചില പത്രോസ്മാരെ കർത്താവിന് ആവശ്യമുണ്ട്. God wants to use certain Peters. കർത്താവിനോട് സമർപ്പിച്ച ആരെയും കർത്താവ് കൈവിട്ടിട്ടില്ല. Whoever has surrendered himself to the Lord, God has always used them. ഒരു പുതിയ യെരൂശലേം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. There is a new Jerusalem that is being prepared. ഹല്ലേലൂയ. യെരൂശലേം എന്ന വിശുദ്ധ നഗരം, Jerusalem, the holy city. അതിനകത്ത് താമസിക്കുന്നവർ വിശുദ്ധന്മാരാണ്.
Those who live inside that holy city are holy people, ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. as a bride that is prepared for her husband. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ആയിരിക്കുന്ന നമ്മളെ മണവാട്ടി സഭ ഇന്ന് ഒരുങ്ങുമ്പോൾ ആമേൻ ആ ജെറൂസലേം എന്ന ആ സ്തോത്രം അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങിയ ആ പുതിയ നഗരത്തിനകത്ത് വസിക്കുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ എത്ര പേർ ഇന്ന് കർത്താവ് നമ്മളെ അതിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. God has prepared us to be the bride for him for his coming. ആമേൻ. അത് സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. I saw heavenly Jerusalem coming down from heaven. യോഹന്നാൻ ദർശനത്തിൽ കാണുകയാണ്. John saw in a vision. ഇത് സത്യമാണ്. This is true. ഇത് സത്യമാണ്. This is true. ഹല്ലേലൂയ. നിക്കോദെമോസേ, Nicodemus, നീ വീണ്ടും ജനിക്കണം. you should be born again. സ്തോത്രം. നിനക്കെല്ലാം അറിയാമായിരിക്കും, ന്യായപ്രമാണം മുഴുവൻ You അറിയാമായിരിക്കും. might know the law and the prophets completely. ഹല്ലേലൂയ. നീ പ്രധാന സ്ഥാനത്തിരിക്കുന്നവനായിരിക്കും. You might have a good position, പക്ഷെ ആത്മാവിൽ വീണ്ടും ജനിക്കണം. but you should be born in the spirit. കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കണം. You should give yourself to the will of God. ഇതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്. All these things shall be added. ഇത് സൗഖ്യം കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്. Healing will be added. വിടുതൽ കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്. Deliverance will be added. സാമ്പത്തിക വിഷയങ്ങളുടെ മേലുള്ള വിടുതലുകൾ ആമേൻ കർത്താവ് കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്. Financial deliverance will be added. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള In നാമത്തിൽ the mighty name of Jesus. ഒരുമിച്ച് ഒരു നഗരത്തിൽ നമ്മൾ പാർക്കുന്ന ഒരു ദിവസമുണ്ട്. We are all going to live in one city. ഹല്ലേലൂയ. അതാണ് ദൈവരാജ്യം. That is the kingdom of God. അത് കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. God is preparing that ഈ kingdom. ദിവസങ്ങൾ അതിനകത്താക്കി തീർക്കുവാൻ വേണ്ടി He wants us to be a part of that നമ്മൾ ഓരോരുത്തരും kingdom. കർത്താവ് കാണുമ്പോൾ God is seeing each one of you to be a കർത്താവിനുള്ള part of സ്നേഹം this നമ്മുടെ kingdom. ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. Let our love for him increase day by കർത്താവിന്റെ day. ഹിതത്തിന് വേണ്ടി ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ. May you pray for the will of God to be ഹിതം done. ചെയ്യുന്ന ദൈവത്തിന്റെ മക്കളായി തീരട്ടെ. May you be children who do the will of the Father. കർത്താവിനോട് അധ്വാനിക്കാൻ ആകുന്നവരായി തീരട്ടെ. May you be willing to work for his kingdom. ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യത്തിന് എരിവുള്ളവരായി തീരട്ടെ. May you have a zeal for his kingdom. ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. All these other things shall be added to you. ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. Everything else shall be added to നിങ്ങൾ you. ചോദിച്ചില്ലെങ്കിലും കർത്താവ് തരാൻ പോവുകയാണ്. Even if you don't ask, God will add it to യേശുവിന്റെ you. നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. അത് സംഭവിക്കാൻ പോകുന്ന വിശ്വസിക്കുന്ന ഒരു കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. If you believe that, can you surrender yourself to the ഒരു Lord? വിശുദ്ധ ജീവിതത്തിന് ഞാൻ സമർപ്പിക്കുകയാണ് കർത്താവേ. Lord, I give myself to live a holy ആ life. ദൈവരാജ്യത്തിനകത്താക്കി തീർക്കുവാനാണല്ലോ കർത്താവേ വന്നത്. Jesus, you came so that I can be a part of your kingdom. കർത്താവേ, അങ്ങയെ സ്നേഹിക്കുക, എല്ലാത്തിനും കൂടുതൽ അങ്ങയെ സ്നേഹിക്കുവാൻ. Help me to love you more than anything കഴിഞ്ഞ നാൾ else. എന്ത് സംഭവിച്ചെന്ന വിഷയമല്ല. Whatever has happened to me in the past, യേശുക്രിസ്തുവിന്റെ ആമേൻ ഇന്ന് കർത്താവ് അതെല്ലാം ആമേൻ മറക്കുവാൻ പൊറുക്കുവാൻ അത് ആമേൻ ചെയ്തിട്ടില്ല എന്ന് പോലും ചിന്തിക്കാൻ കർത്താവ് തയ്യാറായി നിൽക്കുമ്പോൾ, whatever sins you may have committed in the past, God is willing to forgive you and to not to remember your sins anymore. സമർപ്പിക്കാത്തവർ തയ്യാറാകും. How many of you can surrender yourself? എല്ലാത്തിനേക്കാളും കൂടുതലായി Lord, to love you more than anything else. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. കർത്താവിന്റെ സമാധാനം നമ്മൾ എല്ലാവരും കൂടി ഇരിക്കട്ടെ. ദൈവം വെച്ചാൽ വീണ്ടും നമുക്ക് ആമേൻ വരുന്ന ആഴ്ചയിൽ കണ്ടുമുട്ടാം. അതുവരെയും കർത്താവ് തന്റെ ശ്രദ്ധയിൽ നമ്മൾ മറക്കട്ടെ.